ഇത്രയും വളരെയേറെ ഏകദേശം എറണാകുളം മുതൽ ഇവിടം വരെ എത്തുന്നത് അൽഹംദുലില്ലാ നല്ല ഒരു സ്വീകരണമാണ്. മറക്കാൻ പറ്റാത്ത ഒരു സ്വീകരണമാണ്. ബാക്കിയുള്ള ആളുകളെ വ്യത്യസ്തമായ അൽഹംദുലില്ലാ എല്ലാ രീതിയിലുള്ള സൽക്കാരങ്ങളായാലും ബഹുമാനങ്ങളായാലും എന്തുകൊണ്ടും ഒരു അനുഗ്രഹീതമായ നാടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിലേക്ക് പ്രിയപ്പെട്ട എസ് ഐ സാർ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഏകദേശം 2-3 മണിക്കൂറോളം എന്നോട് പ്രത്യേകം സമയം ചെലവഴിച്ചു. അദ്ദേഹം പറഞ്ഞു, ബാക്കിയുള്ള 9-10 ദ്വീപുകളുണ്ടതിൽ നിന്ന് 9 ദ്വീപുകളിൽ വ്യത്യസ്തമാണ് ഈ കേൾക്കാൻ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദ്വീപിനെ പറ്റി മഹാന്മാരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട മിത്തബിൽ ഉസ്താദ് ശമൂഅന ഫൈസി ഉസ്താദ് 2.5 പതിറ്റാണ്ട് കാലം നേതൃത്വം കൊടുത്ത ഒരു മഹനീയ ദ്വീപാണ്. അവരുടെ പൊരുത്തത്തോടെ പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടെ മുന്നോട്ട് പോകുന്ന കാരണം കൊണ്ടാണ് അൽഹംദുലില്ലാ ഈ നാടൊക്കെ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇതിനെ ഇതുപോലെ തന്നെ അന്ത്യനാട് വരെ ആ പാരമ്പര്യത്തിനെ കാത്തു സൂക്ഷിക്കുവാൻ പ്രിയപ്പെട്ടു വരുന്ന തലമുറ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ അതിലേറെ പ്രിയപ്പെട്ട നല്ലവരായ ചെറുപ്പക്കാർ മാഷാ അല്ലാഹ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷം തോന്നുകയാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ് ഈ സദസ്സിൽ. അല്ലാഹു തആല പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മൾ പറയാനുള്ള പുസ്തകമായിട്ട് അൽഹംദുലില്ലാ പറഞ്ഞു. എങ്കിലും ഉസ്താദ് പറഞ്ഞതുപോലെ എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും തീരാത്തതാണ് പരിശുദ്ധമായ ഇതിന്റെ മധുഹകൾ ആദ്യമായിട്ട് ഞാൻ പറയാം. ഒന്നാമതായിട്ട് നിങ്ങളുടെ ആതിഥ്യ മര്യാദ, അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സറിഞ്ഞിട്ടുള്ള സ്നേഹം, അതിലുപരി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന മാസം നിങ്ങൾ കൊണ്ടാടുന്ന രീതി അത് വളരെയധികം ഞങ്ങളൊക്കെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ ഒരു നാട്ടിൽ അത് കൊണ്ടാടുന്നത്. ദിവസങ്ങളോളം മാസങ്ങളോളം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒഴിഞ്ഞിരുന്ന് പണികളും ജോലികളും ഒക്കെ മാറ്റിവെച്ച് റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവിതത്തിൽ സമയം മാറ്റിവെക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരും നല്ലവരായ ആളുകളുമാണ് ഈ നാട്ടിലുള്ളത്. അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നിങ്ങളുടെ സ്നേഹം അനുഭവിക്കണമെന്നുള്ളത് ഞങ്ങളൊക്കെ നാട്ടിലാവുമ്പോൾ പരസ്പരം കൂട്ടുകാർ തമ്മിൽ പറയാറുണ്ട്, ലക്ഷദ്വീപിലേക്കൊന്ന് പോകണം, ലക്ഷദ്വീപിലേക്കൊന്ന് പോകണം. അതായത് അവരുടെ സ്നേഹം അതൊന്ന് ആസ്വദിക്കേണ്ടതാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അത് ആസ്വദിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിന്റെ ഖൈറും ബറക്കത്തും ഈ നാട്ടിൽ എന്നും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും സംരംഭങ്ങളിലൊക്കെ അല്ലാഹു തആല ആ ഖൈർ ദായിമാക്കി തരട്ടെ. ഈ യുവത്വം നല്ല രീതിയിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം തന്നെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാണ്. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ വിശാലമാകുന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ചിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ അവിടുത്തെ സഹാബത്തിനോടൊപ്പം ഇരുന്ന് കുറേ സമയം ചെലവഴിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യമാക്കി അനുഗ്രഹിക്കുമാറാകണം. ദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകൾക്ക് അതീതമാണ് ദ്വീപുകാരുടെ സ്നേഹം എന്ന് പറയുക. വന്ന നാൾ മുതൽ ഇന്നേ വരെ ഒരു പ്രത്യേക പരിഗണനയും പരിലാളനയും സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ കയറുന്ന വീടുകളിലായാലും പള്ളികളിലായാലും അതുപോലെ തന്നെ കടകളിലായാലും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പുഞ്ചിരി നൽകുന്ന നല്ല ഒരു സമൂഹം. അത് മക്കളിലാണെങ്കിൽ പോലും, സഹോദരിമാരിലാണെങ്കിൽ പോലും, സഹോദരന്മാരിലാണെങ്കിൽ പോലും നമ്മുടെ വീടുമായി ഇത്രയും ദിവസം നമ്മൾ വേറിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാവുമല്ലോ. ഒരു മനുഷ്യനെ പ്രവാസിയായി വിദേശത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാനസികമായിട്ടൊരു പിരിമുറുക്കം ഉണ്ടാവും. പക്ഷേ വല്ലാഹി ഈ 10 ദിവസം നമ്മൾ നിന്ന് കഴിയുന്ന ഈ സാഹചര്യത്തിൽ 10-11 ദിവസങ്ങൾ കഴിഞ്ഞു നമുക്ക് നാട്ടിലേക്ക് പോകുന്നത് ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം നമ്മുടെ എല്ലാമായി തീർന്നവർ, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായി തീർന്നവർ വീണ്ടും വരണം. ഈ ദ്വീപിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ വിനയവും ലാളിത്യവുമാണ്. ഒരു ദീനിയായ സമൂഹം ഇവിടെയുണ്ട്. അൽഹംദുലില്ലാ നമ്മള് ദീൻ പറയാൻ വേണ്ടി വന്നതാണെങ്കിലും ദീനിയായ ഒരു സമൂഹം നിന്ന് പോകുന്ന ഈ ദ്വീപിൽ അല്ലാഹു എല്ലാവിധ ബറക്കത്തും നൽകട്ടെ. അതായത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 6 മദ്രസകൾ ചേർന്ന് നടത്തിയ റാലി,
അത് ഈ നാടിന്റെ ഐക്യവും സ്നേഹവുമാണ്. നമ്മുടെ സമുദായത്തിൽ തന്നെ ഭിന്നിപ്പുകളും സംസാരങ്ങളും പല രീതികളിലാകുമ്പോൾ തികച്ച ഒരു മാതൃകയായ ഒരു നാടും ആ നാടിന്റെ തനിമയായ ശൈലി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രത്യേകമായി നമുക്ക് പറയാനുള്ളത്, ഞങ്ങൾ പോയാലും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, ഞങ്ങളെ ബന്ധപ്പെടണം, ഞങ്ങളുമായി ആ ഒരു സ്നേഹം എന്ന നിലനിർത്തണം. തീർച്ചയായും എല്ലാ സമയങ്ങളിലും ഏത് സദസ്സിലായിരുന്നാലും ഈ പ്രിയപ്പെട്ട നാടിനെയും മുഖങ്ങളെയും ഞങ്ങൾ മറക്കില്ല, എപ്പോഴും ദുആയിലുണ്ടാകും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അറബിക്കടലിലെ മരതക തുരുത്തുകളായി അറിയപ്പെടുന്ന ലക്ഷദ്വീപ് സമൂഹത്തിലെ ചെറിയ പൊന്നാനിയായിട്ടുള്ള നീക്കം തീർച്ചയായും ആ പേര് അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ വിജ്ഞാനത്തിൻ്റെ, പ്രവാചക സ്നേഹത്തിൻ്റെ, അതുപോലെ ഏറ്റവും പ്രധാനമായി പരസ്പരമുള്ള ഐക്യത്തിൻ്റെയും ഒരുക്കത്തിൻ്റെയും ഒരു പച്ച തുരുത്തായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഈ നാടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം വില്ലമാണെന്ന് അവർ പറയാറുണ്ട്. ലഗൂണിന്റെ സൗന്ദര്യം വാക്കുകൾക്ക് അതീതമാണ്. പക്ഷെ ആ വില്ലത്തേക്കാൾ എളിമയുള്ള, അതിനേക്കാൾ എത്രയോ മടങ്ങ് സൗന്ദര്യമുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സാണ് ഈ ദ്വീപിന്റെ യഥാർത്ഥ സൗന്ദര്യം എന്നതാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജന്മത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ രാപ്പകൽ ഭേദമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് നടത്തപ്പെട്ട അനവധിയായ റാലികൾ, അതിലേറ്റവും ആകർഷകമായ ഒരു കാര്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിലേക്ക് ആദ്യമായി കടന്നു വന്നപ്പോൾ അൻസ്വാറുകൾ അവരെ എങ്ങനെയാണോ സ്നേഹിച്ചത്, സ്വീകരിച്ചത്, സൽക്കരിച്ചത്, അതുപോലെ ഓരോ ജാഥയെയും സഹോദരന്മാരായ മറ്റു മദ്രസകളുടെ പ്രതിനിധികൾ സ്നേഹിക്കുന്നത്, വാരിപ്പുണരുന്നത്, ആശ്ലേഷിക്കുന്നത്, സ്വീകരിക്കുന്നത്, സൽക്കരിക്കുന്നത്, ആ സുഹൃത്തുക്കൾ ചെയ്യാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്നത്, അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാറുകളോട് പറഞ്ഞ ഒരു വാക്കാണ് ഇൽത്താൻകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അൽ അൻസാറു മിന്ന, അൽ അൻസാറു മിന്നി വഅന മിൻകും. അൻസാറുകൾ എന്റെ ഭാഗമാണ്, ഞാൻ അവരുടെ ഭാഗമാണ്. ഈ വന്നിട്ടുള്ള ഞങ്ങൾ ആറുപേരും ഇൽത്താനിന്റെ ഭാഗമാണ്, ഇൽത്താൻ ഞങ്ങളുടെയും ഭാഗമാണ്. തീർച്ചയായും നമ്മുടെ ഈ ബന്ധം നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമാക്കട്ടെ. എല്ലാവിധ നന്മകളും ഖൈറും ബറക്കത്തും ഐശ്വര്യവും സമൃദ്ധിയും സുരക്ഷിതത്വവും ഈ നാടിന് നേരുന്നു. അല്ലാഹു പറയപ്പെട്ട സുന്ദരമായ വാക്കുകൾ അതിലൊക്കെ എത്രയോ അപ്പുറത്താണ്. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദ്വീപിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് നേരത്തെ ഉണ്ട്. നേരത്തെ പ്രാവശ്യം വന്നു പോയിട്ടുള്ളത് കൊണ്ട്, അവരുടെ ദ്വീപിൽ വന്നതുകൊണ്ട് തന്നെ ഇന്നതാണ് ദ്വീപ് എന്നും ഇന്നതാണ് അവസ്ഥ എന്നൊരു മുൻധാരണ ഉണ്ട്. എങ്കിൽ പോലും അതിലൊക്കെ എത്രയോ അപ്പുറത്ത് ഇവിടെ വന്ന് ഷിപ്പ് ഇറങ്ങുന്നത് മുതൽ ഉസ്താദ് പറഞ്ഞതുപോലെ വിദേശികളെ സ്വീകരിക്കുന്ന റബ്ബ് കുട്ടി ചുവട് വെച്ച് സ്നേഹത്തോടു കൂടി സ്വീകരിച്ച് ഇവിടുത്തെ സുന്ദരമാകുന്ന പാനീയം ഇളനീര് നമ്മൾ സ്വീകരിച്ച് ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളൊക്കെ വളരെ കൃത്യമായി എത്ര നമ്മൾ വളരെ കാത്തിരുന്നിട്ട് വളരെ കരുതലോടുകൂടി ഉണ്ടായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ദിവസങ്ങൾ മാഞ്ഞുകൂടി എന്നുള്ളതാണ്. സാധാരണ മുമ്പ് വന്നിട്ടുള്ളവരിൽ ഒരാളിൽ കേട്ടിട്ടുണ്ട് ഭയങ്കര ബോറടിയാണ്. ഞാൻ തിരിച്ച് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കാൻ എപ്പോഴാണ് സമയം കിട്ടുന്നത്? സത്യത്തിൽ ബോറടിക്കുന്ന ഒരു സമയം നമ്മുടെ അനുഭവത്തിൽ ബോറടിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന
ഒരു ഒരു അവസരം നമ്മുടെ ദ്വീപുകാരുണ്ടാക്കി തന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കഴിഞ്ഞു പോയ 10-11 ദിവസത്തെ പ്രസംഗത്തിനിടയിൽ ഒരു ദിവസം നമ്മുടെ ദ്വീപിനെ കുറിച്ച് മാത്രമാണ് 1.5 മണിക്കൂർ. ഇതിന്റെ സൗന്ദര്യവും ഇതിന്റെ പ്രത്യേകതയും ഇത് നമുക്ക് നൽകിയ നമ്മുടെ ദ്വീപ് എന്നുള്ള വിഷയത്തെ കുറിച്ച് തന്നെ വിശാലമായിട്ട് പറഞ്ഞു. ഒരുപാട് പറയാനുണ്ട്. ഒരു നാട് എപ്പോഴും അത് പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മുടെ മക്കയെ കുറിച്ച് നമുക്കറിയാം. മക്ക ഖുർആൻ ഇറങ്ങിയ നാട്, പ്രവാചകൻ ജനിച്ച നാട്, കഅബയിൽ സ്ഥിതി ചെയ്യുന്ന നാട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ നാടാണെങ്കിലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഒരു നാടിന്റെ പൂർത്തീകരണത്തെ സൂചിപ്പിക്കുന്നു. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനായി, നിർഭയത്വം. ആ ഒരു നിർഭയത്വം എന്നുള്ളത് നമ്മുടെ നാട്ടിലില്ല. വേറെ ലോകത്ത് എവിടെയും ആ ഒരു നിർഭയത്വ സുരക്ഷിതത്വം പക്ഷെ പടച്ചവന്റെ അനുഗ്രഹം കിട്ടിയ നാടാണ്. നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മടങ്ങി എത്തുമ്പോളം മാതാപിതാക്കൾക്ക് ടെൻഷൻ. ഭർത്താവ് പോയാൽ, ഭാര്യ ഒരു ആവശ്യത്തിന് പോയാൽ, ഒരു യാത്ര ചെയ്താൽ വീട്ടിൽ സ്വസ്ഥമായിട്ടൊന്ന് സമാധാനത്തോടെ ഉറങ്ങാനുള്ള നിർഭയമില്ലാത്ത അന്തരീക്ഷം. പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു നാടിന്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു അവസ്ഥ അതല്ല നമ്മുടെ മനോഹരമായി തിരുത്തിന് അല്ലാഹു നൽകി. വലിയ സൗഭാഗ്യമാണ് എന്ന് തുടങ്ങി ഒട്ടനവധി വിഷയം എണ്ണിയാലൊടുങ്ങാത്ത സവിശേഷ പ്രത്യേകതകൾ കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചു. പക്ഷെ നമ്മൾ ഇതിലൊക്കെ ഉപരിയായി ദ്വീപിലേക്ക് വരുമ്പോഴും ദ്വീപിനെ കുറിച്ചുള്ള നമുക്കറിയാം. നമ്മള് കേരളത്തിൽ എവിടെയും ദ്വീപുകാരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സാധാരണ കേരളക്കാർക്ക് ഒരു പ്രത്യേക ഹുക്കുണ്ട്. ദ്വീപുകാരാണ്, ഏത് ദ്വീപാണ് ദ്വീപുകാരാണെന്ന് പറയുമ്പോൾ കേരളക്കാർക്ക് ഒരു പ്രത്യേക ആവേശം. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന, ഉള്ളു തുറന്ന് സ്നേഹിക്കുന്ന, ബന്ധപ്പെടുന്ന, ആ സൗഹാർദ്ദം വയ്ക്കുന്ന, എന്തിനേക്കാൾ ദ്വീപിൽ കാണാൻ മനോഹരമായ കടലുണ്ടെങ്കിലും അതിനേക്കാളും മനോഹരമായ ബന്ധങ്ങളും വാക്കുകളും സ്വീകരണങ്ങളും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞതുപോലെ ഏറ്റവും മഹത്വമായ ആ മദ്രസകൾ പരസ്പരം സ്വീകരിക്കുന്ന ഒരു സ്വീകരണം ലോകത്ത് എവിടെയും വളരെ കൃത്യമായി മക്കളിലൂടെ മക്കളെ കൊണ്ട് ദഫ് കളിപ്പിക്കുന്നവരുണ്ട്. വ്യത്യസ്തമായ സുന്ദരമായ ആ ഒരു ഞങ്ങളുടെയൊക്കെ അനുഭവത്തില് 1 മണിക്കൂറിൽ കൂടുതലായിട്ട് ഒരു നടന്ന ഒരു ഘോഷയാത്ര പങ്കെടുത്തതായിട്ട് നമുക്കൊന്ന് ഓർമ്മ. പക്ഷെ ഈ മണിക്കൂറുകൾ ഇത്രയും ചുറ്റിയിട്ടില്ല. ഒരു മാനസികമാകുന്ന മടിപ്പോ ഒരു നമുക്കുണ്ടാകുന്ന ഉറക്കത്തിന്റെ ഒരു ക്ഷീണം ഒഴികെ ഒരു പ്രശ്നവും, ആ ക്ഷീണം പോലും നമുക്ക് പ്രശ്നമല്ലാതായിരുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇത് നമ്മുടെ നാടിന്റെ ഒരു മുഖമുദ്രയാണ്. സംഘടനകളും ആശയങ്ങളും വ്യത്യസ്തമായിരിക്കും. അത് എന്നും വ്യത്യസ്തമാണ്. പ്രവാചകന്റെ കാലഘട്ടം മുതൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷെ അത് ശത്രുതയിലേക്ക് നയിക്കുന്ന ഒരു സംഗതി ആയിരുന്നില്ല എവിടെയും. ഈ ഒരു അടയാളം പല ദ്വീപുകളും പകർത്താൻ തുടങ്ങി. ഇനി പൊന്നാനിയുടെ, ഈ ചെറുപൊന്നാനിയുടെ അടയാളം അല്ലെ പല ദ്വീപുകളിലേക്ക് മാതൃകയാക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇത് നമ്മുടെ ഖുർആനിന്റെ ഒരു മുഖമുദ്രയായി, ഒരു അഡ്രസ്സായിട്ട് ഖിയാമത്ത് നാൾ വരെയും അല്ലാഹു നിലനിർത്തട്ടെ. അല്ലാഹു അതിന് നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികൾ, മാനേജ്മെന്റുകൾ, കുട്ടികൾ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞങ്ങളുടെ കരയിൽ നിന്നും ഊഷ്മളമായ സ്വീകരണം നൽകി സൽക്കരിച്ച് ഞങ്ങളെ കൊണ്ട് നടന്ന് ഞങ്ങൾക്കൊരു മടിപ്പില്ലാത്ത രീതിയിൽ ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ വേണ്ടി ഓടി നടക്കുക. അൽഹംദുലില്ലാഹ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്ന നാട്ടുകാർക്ക് അല്ലാഹു എല്ലാ കാലത്തും ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിശുദ്ധമായ ദ്വീപിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിറങ്ങിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ സമാധാനമാണ്. ഒരു നാട്ടിലും കണ്ടിട്ടില്ലാത്ത സമാധാനമാണ് നമ്മുടെ ഈ പരിശുദ്ധമായ ദ്വീപിലുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലില്ല, അടിയില്ല, വഴക്കില്ല. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയും ഈ സമാധാനം ഈ പരിശുദ്ധമായ ദ്വീപിൽ അല്ലാഹു തആല പെരുമാറാകട്ടെ. അതേപോലെ തന്നെ ഉസ്താദന്മാരെ കൊണ്ടു നടക്കുന്ന ശൈലിയായാലും ഉസ്താദന്മാരെ കൊണ്ടു നടക്കുന്ന രീതിയായാലും ഓരോ കാര്യത്തിനും ഓരോ ആൾക്കാരെയാണ് ഈ കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിച്ചിരിക്കുന്നത്.
ഒന്നിനും ഒരു കുറവ് ഈ പരിശുദ്ധമായ ദ്വീപിൽ നമുക്ക് വന്നിട്ട് നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഈ സ്നേഹവും സൽക്കാരവും എല്ലാം അല്ലാഹു തആല ഇതേപോലെ തന്നെ നിലനിർത്തി തരുമാറാകട്ടെ. അതേപോലെ തന്നെ എനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര് പറഞ്ഞത്, അതിനോടൊപ്പം എനിക്കൊന്നും പറയാനില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മറക്കാൻ കഴിയാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കടന്നു വന്നപ്പോ ആ ജന്മദിനത്തിൽ നിങ്ങൾ ആ വരവേറ്റ രീതി, ഉസ്താദന്മാരെ സൽസരിച്ച രീതി, റാലിയിൽ അള്ളാന്റെ റസൂലിന്റെ മദ്ഹ നല്ല ഈണത്തോടെ, നല്ല രൂപത്തോടെ, നല്ല ശൈലിയോടെ നിങ്ങൾ പാടി, ഡാൻസിൽ കലർത്താതെ നല്ല രീതിയിൽ ദഫിനെയായി തന്നെ കളിച്ചുകൊണ്ട് മനോഹരമായി ഇസ്ലാമിക അടിത്തറയുള്ള ഒരു നാടാണെന്ന് തെളിയിച്ചവരാണ് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ കിൽത്താൻ ദ്വീപ്. അല്ലാഹു തആല ഈ കിൽത്താൻ ദ്വീപിലുള്ള എന്ത് പ്രശ്നമായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമാറാകട്ടെ. എവിടെ പോയാലും നിങ്ങളെ മറക്കുകയില്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് ആഹാരം തന്നു, നല്ല രീതിയിൽ നിങ്ങളെ സ്വീകരിച്ചു. ഒരു ബോറടിയും നിങ്ങൾക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. അതിനുപരി തന്നെ ഈ നാട്ടിലെ യുവാക്കളെ എവിടെ ചെന്നാലും മറക്കത്തില്ല. ഉപ്പമാരും ഉമ്മമാരും സഹോദരങ്ങൾ ആരെയും ഏത് നാട്ടിൽ ചെന്നാലും നിങ്ങൾ മറക്കുകയില്ല എന്നീ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ വാക്കുകൾ വളരെ സന്തോഷം ആക്കുന്ന വാക്കുകളാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പല ഉസ്താദുമാരും നാളെ യാത്രയാണ്. ഇൻഷാ അല്ലാഹ് യാത്രയിൽ പടച്ചോൻ നല്ല സുഖകരമായിട്ടുള്ള യാത്ര പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.